നമ്മുടെ കൊട്ടാരത്തിൽ ഒരു ആനയെ വെളുപ്പിച്ചു തരണം. ഉം. അപ്പോൾ താങ്കൾക്കതിന് കഴിയുമെന്നാണ് എല്ലാവരും അറിയിച്ചിട്ടുള്ളതും. അസൂയ ശരിക്ക് അത് ബാധിക്കുന്നത് അത് ഉള്ളാക്കാണ്. അപ്പോൾ ഒരു ആനക്ക് കയറി നിൽക്കാൻ പറ്റുന്ന മൺചട്ടിയാണ് വേണ്ടത്. ആ. കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കഥയാണെങ്കിലും മുതിർന്നവർക്ക് കേട്ടാൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അയ്യോ ഒരു കഥ പറയട്ടെ. ഇൻഷാ അല്ലാ. 2 അയൽവാസികളുണ്ടായിരുന്നു. ഒന്ന് ഒരു അലക്കുകാരനാണ്, ഉം. മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ പേര് കുംഭാരൻ. അദ്ദേഹം ഒരു മൺപാത്ര നിർമ്മാതാവാണ്, മൺചട്ടികളൊക്കെ ഉണ്ടാക്കുന്ന ആൾ. അപ്പോൾ ഈ അലക്കുകാരന് തൻ്റെ ജോലിയിൽ അങ്ങേയറ്റം ആത്മാർത്ഥതയും ആളുകളുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി കൊടുക്കുന്നു, ഏറ്റവും വൃത്തിയായിട്ട് അലക്കി കൊടുക്കുന്നു. അതുപോലെ ആളുകളുമായിട്ടുള്ള പെരുമാറ്റത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെരുമാറ്റത്തിലും വളരെ നല്ല സത്യസന്ധത പുലർത്തുകയും ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയുമായ അലക്കുകാരൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആളുകൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ കീർത്തിയും പ്രശസ്തിയും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് നമ്മുടെ അയൽവാസിയായ ഈ കുംഭാരൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. സ്വാഭാവികമായും അദ്ദേഹത്തോടുള്ള ഒരു അസൂയ മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുന്നു. ഓരോ ദിവസവും അയൽവാസിയായ അയൽക്കാരനെ തേടി ആളുകൾ വരുന്നു, അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു, മഹിമ പറയുന്നു. ഇതൊട്ടും സഹിക്കവയ്യാതെ അവസാനം കുംഭാരൻ നാട്ടിലെ രാജാവിനെ പോയി കാണുകയാണ്. ഇപ്പോൾ രാജാവാണെങ്കിലൊരു മണ്ടനാണ്. രാജാവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, രാജാവേ, നിങ്ങൾ വളരെ നല്ല ഒരു വ്യക്തിത്വമാണ്. നിങ്ങളുടെ കൊട്ടാരത്തിൽ എല്ലാറ്റിനും തികഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ ഇല്ലാത്തൊരു കാര്യം എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത് താങ്കളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ വന്നതാണ്. ഇവിടെ ഇല്ലാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ആനകളെ ഞാൻ കണ്ടു. പക്ഷേ വളരെ അപൂർവമായി ഉള്ള ഒന്നാണ് വെള്ളാന എന്ന് പറയുന്നത്. വെള്ളാന ഉണ്ടാവണമെങ്കിൽ അതുകൂടി ഇവിടെ ഉണ്ടാവുമായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു നിങ്ങളുടെ കൊട്ടാരവും പരിസരമൊക്കെ. സാധാരണ ആന കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വെള്ളാനല്ല. അപ്പോൾ രാജാവ് ചോദിച്ചു, ഓ അത് ശരിയാണല്ലോ, അപ്പോൾ വെള്ളാനെ കിട്ടാൻ എന്ത് ചെയ്യണം? അപ്പോൾ വെള്ളാനെ കിട്ടാൻ നല്ല വെള്ളാനെ പ്രത്യേകിച്ച് നമുക്ക് വാങ്ങണ്ട. നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കൊട്ടാരത്തിലുള്ള ആനയെ തന്നെ നമുക്ക് വെള്ളയാക്കാം. അതെങ്ങനെ? ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. അതൊന്നുമല്ല, എൻ്റെ അയൽവാസിയുണ്ട്, വളരെ നല്ല അലക്കുകാരനാണ്, അയാൾ എന്തും വെളുപ്പിച്ചു തരും. ശരി. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തോട് കറുത്ത ആനയെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെളുപ്പിച്ച് തരാൻ പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന് അത് കഴിയും. അത്രയും നിങ്ങൾ അന്വേഷിച്ച് നോക്കി, അദ്ദേഹം അത്രയും അധികം വസ്ത്രങ്ങൾ വെളുപ്പിച്ച് കൊടുക്കുന്നു. അതുപോലെ അങ്ങനത്തെ കുറേ സിദ്ധിയുള്ള ഒരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞു. ഉടനെ തന്നെ രാജാവ്, ശരിയാണല്ലോ, എന്നാൽ അദ്ദേഹത്തെ വേഗം വിളിച്ചു വരുത്തണം. ഇദ്ദേഹം മനസ്സിൽ സമാധാനിച്ചു, ഇനിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കീർത്തിക്ക് ഇതോടുകൂടി ഇവിടെ നിൽക്കും എന്ന് മനസ്സിൽ വിചാരിച്ച് അദ്ദേഹം അവിടെ നിന്ന് പോയി പറഞ്ഞതുപോലെ നമ്മുടെ അലക്കുകാരനെ വിളിച്ചു വരുത്തി. അലക്കുകാരനോട് രാജാവ് പറഞ്ഞു, താങ്കളുടെ സേവനം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ കൊട്ടാരത്തിൽ ഒരു ആനയെ വെളുപ്പിച്ചു തരണം. അപ്പോൾ താങ്കൾക്കതിന് കഴിയുമെന്നാണ് എല്ലാവരും അറിയിച്ചിട്ടുള്ളതും. അതുകൊണ്ട് താങ്കളെ ഇന്നൊരു ആനയെ താങ്കളെ ഏൽപ്പിക്കുകയാണ്. താങ്കൾ പോയിട്ട് എത്ര ദിവസം കൊണ്ട് താങ്കൾക്ക് വെളുപ്പിച്ചു തരാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ശരി. അദ്ദേഹം പിന്നെ രാജാവിൻ്റെ തിരുമനസ്സിൻ്റെ മുമ്പിൽ തിരുവായ്ക്ക് എതിർവായില്ലല്ലോ. അപ്പോൾ രാജാവ് തന്ന ആനയും കൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് പോവാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ആനയെ കൊണ്ട് വീട്ടിലേക്ക് എത്തിച്ച സമയത്ത് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, ഇത് ശരിക്കും എൻ്റെ അയൽവാസി എനിക്ക് തന്ന പണിയാണ്. കാരണം അയൽവാസി അല്ലാതെ വേറൊരാളും എന്നോടത്രയും വെറുപ്പുള്ളതായിട്ട് അല്ലെങ്കിൽ എനിക്കെതിരെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നതായിട്ട് വേറെ അദ്ദേഹത്തിന് പരിചയമില്ല. അപ്പോൾ അദ്ദേഹം അത് അന്വേഷിച്ചു മനസ്സിലാക്കി. അവസാനം മനസ്സിലായി അയൽവാസിയായ ഈ കുംഭാരൻ്റെ പണിയാണ് ഇതെന്ന് മനസ്സിലായപ്പോൾ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇദ്ദേഹം കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു. അലക്കുകാരൻ രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞാൻ നമ്മുടെ ആനയെ വെളുപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ട്, അതുകൂടി നടക്കണം.
അതിനുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ മൺചട്ടി വേണം. അപ്പോൾ ഒരു ആനക്ക് കയറി നിൽക്കാൻ പറ്റുന്ന മൺചട്ടിയാണ് വേണ്ടത്, കഴുകാൻ അല്ലേ, അലക്കാൻ. അപ്പോൾ ആ മൺചട്ടിയിൽ എന്ത് വേണം, അതിന് വേണ്ട അതിൽ മരുന്ന് വെച്ചിട്ടുണ്ട്. ആ മരുന്ന് ആനയുടെ മൺചട്ടിയിൽ നിർത്തിയിട്ടുള്ള ആനയുടെ പുറത്തേക്ക് മരുന്ന് വെച്ചിട്ട് അതിനെ കഴുകണം. അപ്പോൾ ഇന്നാട്ടിൽ ഏറ്റവും നല്ല മൺചട്ടി നിർമ്മാതാവ് അല്ലെങ്കിൽ അങ്ങനെ പിന്നെ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആൾ എൻ്റെ നല്ലവനായ ഒരു അയൽവാസി. ആ അയൽവാസി എന്ത് ചെയ്യാം, വിളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് സാധിക്കും. ഓ, അപ്പോൾ രാജാവ് പറഞ്ഞു ഉടനെ തന്നെ വിളിക്കാം, അദ്ദേഹം തന്നെയാണ് എനിക്ക് താങ്കളെ പരിചയപ്പെടുത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പായി, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ശരി, മൺചട്ടി പിന്നെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, അപ്പോൾ നമ്മുടെ ആനയെ വെളുപ്പിക്കാൻ എന്ത് ചെയ്യണം, നിങ്ങളും ഒരു സഹായം ചെയ്യണം, ഏറ്റവും നല്ല വലിയൊരു മൺചട്ടി ഉണ്ടാക്കണം. അദ്ദേഹം ആകെ പിന്നെ എതിര് പറയാൻ പറ്റില്ലല്ലോ, അദ്ദേഹം വലിയൊരു മൺചട്ടി തൽക്കാലം ഉണ്ടാക്കി. അങ്ങനെ കൊട്ടാരത്തിൽ വന്ന് ആനയെ അതിലേക്ക് കയറ്റി നിർത്തിയത് മൺചട്ടി പൊട്ടി. രാജാവിന് ദേഷ്യമായി, വേഗം നല്ല മൺചട്ടി വീണ്ടും ഉണ്ടാക്കണം. 3-4 തവണ ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നു. അവസാനം രാജാവ് പറഞ്ഞു, താങ്കൾക്കെതിരെയുള്ള ശിക്ഷ നടപ്പിലാക്കാൻ പോവുകയാണ്. ആനയെ വെളുപ്പിക്കാൻ കഴിയാത്തതിൻ്റെ പിന്നിൽ താങ്കളാണ് അതിൻ്റെ പ്രധാന കാരണക്കാരൻ. അദ്ദേഹത്തെ പിടിച്ച് ജയിലിലടക്കാൻ പറഞ്ഞു. ഇതാണ് കഥ. അങ്ങനെ നമ്മുടെ പിന്നെ അലക്കുകാരൻ സന്തോഷത്തോടു കൂടി തിരിച്ചു പോവുകയും ചെയ്തു. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസൂയ ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എത്രമാത്രം എന്തൊക്കെ കുടില ചിന്തകളിലേക്ക് എത്തിക്കാനും തകർക്കാനും അവസാനം തകരായിരിക്കും, അവനവൻ തന്നെ തകർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവും. ശരിക്കും അസൂയൻ്റെ വിഷയത്തിലേ അസൂയ ശരിക്ക് അത് ബാധിക്കുന്നത് അതുള്ള ആക്കാണ്. മറ്റാളത് അറിയണില്ലല്ലോ. ഇതുപോലെ എന്തെങ്കിലും പണികളൊപ്പിച്ചാൽ അറിയാമെന്നല്ലാതെ ഇത് മനസ്സിൽ വെച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ആ മനസ്സിലൊരു ഭാരവും ഏറ്റിട്ടാണ് അയാൾ പോണത്. ആരെക്കുറിച്ചാണോ അയാൾ അസൂയപ്പെടുന്നത് അയാളങ്ങനെ അയാളുടെ ലൈഫ് മുന്നോട്ട് പോകും. അതൊരു എന്താ പിന്നെ പറയുക, സബ്ജക്റ്റീവായ സംഗതിയാണ്. അപ്പോൾ മുമ്പൊരു ഡോക്ടർ എന്നോട് ഈ വിഷയം പറഞ്ഞു. ആളുകളോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുറച്ച് വിഷയങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ട് അതേ ഈ വിഷയം എടുത്ത് പറഞ്ഞു. ഇങ്ങനെ ആളുകളെക്കുറിച്ച് അസൂയപ്പെട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർ അത് കാരണം എടുങ്ങാറാവല് അവർ തന്നെയാണ് എന്ന ഒരു വാചകം അദ്ദേഹം ഷെയർ ചെയ്തിരുന്നു. ഏതായാലും ഇതുപോലെ പിന്നെ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് ഇതുപോലുള്ള സ്റ്റോറികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്.